ഹായ് ഹലോ ഇറ്റ്സ് മീ ആര്യാനി മീ. അപ്പോൾ ഇന്നത്തെ ഒരു യാത്ര ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി. എൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ട് എടുക്കാൻ പോകുന്നത്. സംഭവം പയ്യനില്ലാത്ത സേവ് ദ ഡേറ്റാണ്. ഇറ്റ്സ് എ സിംഗിൾ സേവ് ദ ഡേറ്റ്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് നേരെ എൻ്റെ ഒരു ബൊക്കെ കളക്ട് ചെയ്യാനുണ്ട്. ദേ വരുന്നു ഞങ്ങളുടെ ബൊക്ക. ഞങ്ങൾ ബൊക്കെയൊക്കെ കളക്ട് ചെയ്ത് നേരെ പോകുന്നു. ഈ ബൊക്കെയെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഞാൻ എന്താണെന്നുള്ളത് ഇതിൻ്റെ മെയിൻ ആളിൻ്റെ അടുത്ത് നിന്ന് തന്നെ പറഞ്ഞ് കേൾപ്പിച്ചു തരാം. ഇത് നമ്മുടെ ട്രിവാൻഡ്രത്ത് ബെസ്റ്റ് ആയിട്ട് ബൊക്കെ ചെയ്ത് ലക്ഷൻ ബ്ലൂം എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്, രശ്മി എന്ന് പറയും ചേച്ചിയാണ് ഇത് നമുക്ക് റെഡി ആയി തന്നിട്ടുള്ളത്. ഓക്കെ സെറ്റ്. ഓക്കെ, ചേച്ചിയുടെ ഫ്രണ്ടാണ്. പുള്ളി അടിപൊളിയായിട്ട് ഇതുപോലത്തെ കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ്സ് എല്ലാം ചെയ്ത് വീട്ടിലെത്തിക്കും. ഡെലിവറി കാര്യങ്ങളെല്ലാം ഉണ്ട്. ട്രിവാൻഡ്രം ഓൾ ഓവർ ട്രിവാൻഡ്രം ഉണ്ട്. ആവശ്യമുള്ളവരൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഓക്കെ, നമ്മളത് ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്യും. അപ്പോൾ നമ്മൾ കോവളത്തെത്തി നമ്മളെ ഷൂട്ടിന് പോകും. ആളില്ലാത്ത കടൽ, ആളുമില്ല, പേരുമില്ല, ഒന്നുമില്ല. ജസ്റ്റ് നല്ല രസമുണ്ട്. രാവിലത്തെ കടലാണ്. ഷൂട്ടിൻ്റെ BTS കാണിച്ചു തരാം. എൻ്റെത് ഫോട്ടോഷൂട്ട് എൻ്റെത്. എന്നിട്ട് ഞാൻ ഇവിടെ വായി നോക്കിയ പോലെ നടക്കണ്. ഒരു നാണോ ഇല്ലാതെ വന്നത് ഫോട്ടോ എടുക്കണ്. ക്യൂട്ടി. വല്ലപ്പോഴും മാത്രം കണ്ടുവരുന്ന പ്രതിഭാസമാണ്. മുമ്പ് ചേട്ടൻ്റെ കല്യാണത്തിനായിരുന്നു. ഇപ്പം 5 വർഷങ്ങൾക്ക് ശേഷം അനിയത്തിയുടെ കല്യാണത്തിന്. അപ്പോൾ ഈ ബൊക്കെ ഞങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ മെൻഷൻ ചെയ്തേക്കാം. സോ അപ്പോൾ ഫസ്റ്റ് ബീച്ചിലെ ഷൂട്ട് കഴിഞ്ഞു. ഇനി നേരെ വീട്ടിൽ പോകണം. നേരെ വീട്ടിൽ പോയിട്ട് അടുത്ത ഷൂട്ടിൻ്റെ ഇതാകുമ്പോഴത്തേക്കും ഞാൻ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇത് വെറുതെ ഇട്ട കോസ്റ്റ്യൂമാണ് ഈ രണ്ടാമത്തത്. ചുമ്മാ ഇട്ട കോസ്റ്റ്യൂം. ഈ കോസ്റ്റ്യൂം ഞാൻ വെറുതെ എടുത്തുകൊണ്ട് വന്നതാണ്. പക്ഷേ സംഭവം ബീച്ചിൻ്റെ ഒരു ആംബിയൻസിന് അടിപൊളിയായിരുന്നു. എൻ്റെ നെക്ക് പീസ്, ഇയറിങ്സ്, അതുപോലെ കയ്യിലിടുന്ന ബ്രേസ്ലെറ്റ്, ഈ കോസ്റ്റ്യൂംസ് ഇതെല്ലാം മീഷോയാണ്. എല്ലാം മീഷോയാണ് ഗൈസ്. ഇന്ന് ഞാൻ ഇടുന്ന എല്ലാ ഡ്രസ്സും മീഷോയാണ്. അഫോർഡബിളായിട്ടും നല്ല കിടിലം ഡ്രസ്സും കിട്ടി. അപ്പോൾ ഇനി അടുത്ത ലൊക്കേഷനിൽ പോയിട്ട് കാണിച്ചു തരാം. ഇന്നത്തെ ബാക്കി വിശേഷം കൂടെ ആഡ് ചെയ്യാം. നെക്സ്റ്റ് ലൊക്കേഷൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ലൊക്കേഷൻ. ഞാൻ പറഞ്ഞില്ലേ, വെഡ്ഡിങ് ആയപ്പോൾ കുറേ ഐഡിയകളുണ്ടായിരുന്നു. അതിൽ മെയിൻ ആയിട്ടുള്ളൊരു ഐഡിയയാണ് ഇതാ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വേറെ എവിടെയല്ല, എൻ്റെ സ്വന്തം വെമ്പായമാണ്. എൻ്റെ സ്വന്തം നാട്ടിൽ വെച്ചിട്ട് ഒരു ഫോട്ടോഷൂട്ട്, അതായത് വെമ്പായം ജംഗ്ഷനിൽ വെച്ചിട്ട് തന്നെ ഒരു ഫോട്ടോഷൂട്ട് വേണം എന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞിരുന്നു. സംഭവം പയ്യനെയും കൂടെ വച്ചിട്ടായിരുന്നു ആഗ്രഹിക്കുന്നത്. പക്ഷേ പുള്ളിക്കാരന് എബ്രോഡ് ആയതുകൊണ്ട് എത്താൻ പറ്റാത്തത് കൊണ്ടും ഞാൻ സ്വന്തമായിട്ട് എടുത്തു. വെഡ്ഡിങ്ങിൻ്റെ ഒരു പ്രീ വെഡ്ഡിങ് ആയിട്ടൊരു സംഭവം ഞാൻ എടുത്തതാണ്. ഇതിൻ്റെ ഫോട്ടോസ് കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ സ്വന്തം വെമ്പായത്തുള്ള നാട്ടുകാരെന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ്. അതിൻ്റെ കൂടെ എൻ്റെ കുഞ്ഞൂടിയുടെ ഉണ്ട്. എൻ്റെ സിദ്ധൂടിനും അമ്മു ചേച്ചിയും ഞാനും ചേട്ടനും രാഹുലേട്ടനും ഒക്കെ കൂടിയാണ് ഫോട്ടോസ് എടുക്കാൻ പോയത്. എല്ലാവരും അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ ഫോട്ടോസ് കൂടി ഞാൻ ഇതിലിട്ടേക്കാം.